നമസ്കാരം. RSS അനുകൂല സംഘടനയായ HRDS ഇന്ത്യയുടെ സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികളിൽ എത്തിയത് M. ജയചന്ദ്രൻ മാത്രം. ശശി തരൂർ, V. മുരളീധരൻ, റിട്ടയർഡ് DGP ജേക്കബ് തോമസ് എന്നിവരായിരുന്നു പുരസ്കാരത്തിന് അർഹരായ മറ്റു മലയാളികൾ. തരൂരിന് ഈ അവാർഡ് നൽകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് അവാർഡ് ദാനം സംബന്ധിച്ച വാർത്ത വിവാദമായത്. അതേസമയം V. മുരളീധരനും ജേക്കബ് തോമസും ഉൾപ്പെടെയുള്ളവരും പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയില്ല. പുരസ്കാരങ്ങൾ വിതരണം ചെയ്യേണ്ടിയിരുന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ചടങ്ങിൽ പങ്കെടുത്തില്ല. ഡൽഹിയിലാണ് അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത്. ശശി തരൂർ എംപിക്ക് സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചതിനെ ചൊല്ലി വിവാദം ഉയർന്നിരുന്നു. സവർക്കറുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് HRDS ഇന്ത്യ എന്ന സംഘടന മറ്റു പലർക്കുമൊപ്പം ശശി തരൂരിനെയും തിരഞ്ഞെടുത്തത്. എന്നാൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് ഏത് സാഹചര്യത്തിലെന്നും എന്തിനെന്നറിയില്ലെന്നുമായിരുന്നു തരൂർ പ്രതികരിച്ചത്. എന്നാൽ ഒരു മാസം മുൻപ് തരൂരിനെ നേരിട്ട് കണ്ട് ക്ഷണിച്ചതാണെന്നും അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങാമെന്ന് സമ്മതിച്ചതാണെന്നും HRDS പ്രതികരിച്ചു. ഡൽഹിയിലെ വസതിയിലെത്തിയാണ് വിളിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നും തരൂരിനെ ആക്രമിക്കാൻ ഇല്ലെന്നും HRDS ഇന്ത്യ സെക്രട്ടറി അജയ് കൃഷ്ണൻ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു. പ്രഥമ വീർ സവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്ട് അവാർഡ് 2025 എന്ന പുരസ്കാരമാണ് തരൂരിന് പ്രഖ്യാപിച്ചത്. അവാർഡ് നൽകുന്നത് RSS ആഭിമുഖ്യമുള്ള HRDS ഇന്ത്യ എന്ന സംഘടനയാണ്. സവർക്കറുടെ പേരിലുള്ള അവാർഡ് കോൺഗ്രസിന് അപമാനമെന്ന് K. മുരളീധരനും BJP RSS കെണിയിൽ തരൂർ വീഴരുതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും നേരത്തെ പ്രതികരിച്ചിരുന്നു. അതേസമയം ഇന്ന് ഡൽഹിയിൽ വെച്ച് നൽകാനിരുന്ന വീർ സവർക്കർ അവാർഡ് സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാധ്യമ വാർത്തകളിലൂടെയാണ് ഞാൻ അറിയാനിടയായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി കേരളത്തിൽ പോയ ഞാൻ ഇന്നലെയാണ് ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് അറിഞ്ഞത്. അവിടെ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അത്തരമൊരു അവാർഡിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും ഞാനത് സ്വീകരിച്ചിട്ടില്ലെന്നും ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. കൂടാതെ ഞാൻ അവാർഡ് സ്വീകരിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടും എൻ്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള അവിവേകപരമായ നടപടിയാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയായിട്ടും ഇന്ന് ഡൽഹിയിലെ ചില മാധ്യമ സ്ഥാപനങ്ങൾ അതേ ചോദ്യം വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം സംശയലേശം എന്നെ വ്യക്തമാക്കുന്നതിനായി ഞാൻ ഈ പ്രസ്താവന ഇറക്കുന്നു. അവാർഡിൻ്റെ സ്വഭാവം, അത് നൽകുന്ന സംഘടന അല്ലെങ്കിൽ മറ്റ് സാഹചര്യപരമായ വിശദാംശങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയോ അവാർഡ് സ്വീകരിക്കുകയോ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നായിരുന്നു തരൂർ നേരത്തെ നിലപാട് വ്യക്തമാക്കിയത്. സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയാൽ തരൂരിനെ പുറത്താക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് KPCC ആവശ്യപ്പെട്ടിരുന്നു. സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയാൽ കേരളത്തിലെ കോൺഗ്രസിന് തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നായിരുന്നു KPCCയുടെ നിലപാട്. ഇതിനിടയിലാണ് പുരസ്കാരം വാങ്ങില്ല എന്ന് തരൂർ തന്നെ വ്യക്തമാക്കിയതും. ഇതോടെ തൽക്കാലം തരൂരിനെ പുറത്താക്കേണ്ട സാഹചര്യം കോൺഗ്രസിനില്ല. ഇത് KPCCയിലെ തരൂർ വിരുദ്ധർക്കും തിരിച്ചടിയായി. സവർക്കറുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരം തരൂരിന് പുറമെ മറ്റ് 6 പേർ കൂടിയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എല്ലാ പരിധിയും ലംഘിക്കുന്ന നടപടിയാകും സവർക്കർ പുരസ്കാരം സ്വീകരിച്ചാൽ തരൂർ ചെയ്യുന്നത് എന്നായിരുന്നു കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന്റെ നിലപാട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂർ സമീപകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് നടത്തുന്ന പ്രസ്താവനകൾ കൂടി കണക്കിലെടുത്തായിരുന്നു പുരസ്കാരം നൽകുന്നതെന്നായിരുന്നു വിമർശനം. മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഭഗവത്ഗീത നൽകിയത് ഹിന്ദു മതത്തിലേക്ക് മതം മാറ്റാനല്ലെന്ന കുറിക്കുകൊള്ളുന്ന പരാമർശവുമായി തരൂർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സാധാരണ ഇന്ത്യയിൽ മതഗ്രന്ഥങ്ങൾ നൽകിയ ആളുകളെ മതപരിവർത്തനം ചെയ്യുന്ന സമ്പ്രദായമാണ് ശശി തരൂരിന്റെ പ്രസ്താവനയിലൂടെ വിമർശിക്കപ്പെട്ടത്. ഇതിന് പിന്നാലെയായിരുന്നു സവർക്കർ അവാർഡ് പ്രഖ്യാപനം വന്നത്. തൽക്കാലം കടുത്ത നടപടികളോട് തരൂരിനും താല്പര്യമില്ല. ലോക്കൽ സംഘടന നൽകുന്ന പുരസ്കാരം ഏറ്റെടുക്കില്ലെന്നായിരുന്നു തരൂരിന്റെ ഓഫീസും വിശദീകരിച്ചത്.